നമുക്കിന്ന് ഇതുപോലൊരു സ്കെയിൽ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ. സ്കെയിലിൻ്റെ അളവിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പാണ്. ഇതുപോലെ 3 വശത്തും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വശങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഗിൽറ്റ് പുറത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ വശങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ ഗിൽറ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോസ് കളറും അതുപോലെ ഗോൾഡൻ കളർ ഗിൽറ്റോട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിലത്തെ ടേപ്പ് കൂടി മാറ്റിയിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു പീസ് ഓഫ് പേപ്പറാണ്. അതും ഒട്ടിച്ചതിന് ശേഷം നമുക്കിതുപോലെ സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഗിവ് അവേൻ്റെ റിസൾട്ട് ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശനിയാഴ്ചയാണ് ഗിവ് അവേൻ്റെ റിസൾട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ശനിയാഴ്ച എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടറ്റത്തും ഇതുപോലെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്യൂട്ടാക്കാൻ ഒരു സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുക്കുക.